നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഷോർട്സാണ് ഇടുന്നത്. ഷോർട്സാണ് എടുക്കാനും സുഖം. നമ്മളാ എടുക്കുന്ന ടൈമിലുള്ള ഒരു ഇതേ ഉള്ളു. ലോങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ കുറേ, അത് മാത്രമല്ല വ്ളോഗായിട്ട് ഞങ്ങൾ ഇടാറില്ലല്ലോ. നമ്മൾ പോകുന്നിടത്തെല്ലാം ക്യാമറ ആയിട്ട് നടക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പിള്ളേരും ഉണ്ടാവും. ആ സമയത്ത് അവർ സമ്മതിക്കില്ല, അവർ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ലോങ് വീഡിയോ അങ്ങനെ എടുക്കാറില്ല. ഷോർട്സ് നമ്മളെടുക്കുന്ന കണ്ടൻറ്റും സുഖമാണ്. കണ്ടൻറ്റ് കണ്ടുപിടിച്ചെടുക്കുന്ന ടൈമിലുള്ള ഇതേ ഉള്ളു. അല്ലാതെ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു കണ്ടൻറ്റ് തന്നെ ഇട്ട് പോകുന്നത്. ഇപ്പം ഇന്ന് കുറച്ച് പേർക്കൊക്കെ ഒരു പരാതിയുണ്ട്, ഞങ്ങൾ സെയിം ഡ്രസ്സ് തന്നെ എല്ലാ വീഡിയോയിലും ഇടുന്നത്. അപ്പോൾ ഇന്ന് ആ പരാതി തീർക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരേ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോകണേണ്. അപ്പം പിള്ളേരില്ല, പിള്ളേരെൻ്റെ വീട്ടിൽ അവരെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരെയുമായിട്ട് വേറൊരു ദിവസം പാർക്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടേ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 1-2 സ്ഥലത്തൂടി കയറാനുണ്ട്. അതുകൊണ്ടാണ് പിള്ളേരെ കൂടെ കൂട്ടാത്തത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത്. പിശുക്കൊണ്ടൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ചിലവ് ചുരുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർ എടുക്കാറുള്ളൂ. അത് അവർക്ക് കൊതിയായതുകൊണ്ട് മാത്രമാണ് കാറിൽ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും ബൈക്കിലോ സ്കൂട്ടറിലൊക്കെ തന്നെ പോകുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്ക് ചേട്ടൻ എന്നോട് പറയുന്നിരുന്നു, നിന്റെ ക്യാമറ എടുക്കൽ ഒട്ടും ശരിയാവണില്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കണം അങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ എപ്പോഴും കുറേ കമൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾ എന്താ ഡ്രസ്സ് തന്നെ ഇടുന്നത്, ഈ ഡ്രസ്സ് തന്നെ ഇടുന്നത്, നിങ്ങൾക്ക് ഡ്രസ്സൊന്ന് മാറ്റം വരുത്തിക്കൂടെ, അതുപോലെ ചേട്ടന് കോളറുള്ള ഡ്രസ്സല്ലേ കുറച്ചുകൂടി ഇണക്കം, കോളർ ഇല്ലാത്ത ടീഷർട്ട് ഇടാതിരിക്കൂ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നതായിരിക്കില്ല, എന്നാലും എന്തെങ്കിലും മാറ്റം വരുത്തൂ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും എടുക്കുന്ന കൂട്ടത്തിലല്ല നമ്മൾ. പിന്നെ എന്തിനാ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോയിൽ എപ്പോഴും ഇട്ട് ഇതാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇടുന്നത് തന്നെ മിക്കപ്പോഴും ഇടാറ്. പിന്നെ ഇത് വീഡിയോയിലേക്ക് എടുക്കുന്നൊന്നുമല്ല കേട്ടോ. നമുക്കൊരു നല്ല ഡ്രസ്സ് എടുക്കാമെന്നൊരു തോന്നലൊന്നും അങ്ങനെ ഞങ്ങളൊന്ന് പോയെന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഇതുപോലെ പോയപ്പോഴേക്കും ഫോറമാളിൽ പോയി. അവിടെ ട്രെൻഡ്സിലാണ്. അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ ഡ്രസ്സ് കളക്ഷൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ വട്ടം അവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടൈം കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ഓരോ ഡ്രസ്സിങ്ങനെ നോക്കി പിന്നെ അത് ഇട്ട് നോക്കി വെച്ച് നോക്കി അങ്ങനെ കുറേ സമയം അതിൻ്റെ പുറകെ പോകും. എനിക്കാണെങ്കിൽ ഒരു ഡ്രസ്സും അങ്ങ് തൃപ്തി ആവണില്ല. കുറേ നോക്കി അവസാനം ഞാൻ ഈ ഒരു ജീൻസും ഒരു ടീഷർട്ടും കൂടി അങ്ങ് സെലക്ട് ചെയ്ത്. പക്ഷെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ചേരുന്നതായിട്ട് തോന്നിയില്ല. അത് കാരണം ഞാൻ പിന്നെ അതങ്ങ് മാറ്റിയിട്ട് വീണ്ടും നോക്കി. എനിക്കാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സിനോടാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഞാൻ നോക്കിയ അവസാനം ഒരു കോഡ് സെറ്റ് കണ്ടുപിടിച്ചെടുത്തു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, ചേരുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ആ കോഡ് സെറ്റ് ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഇതിന് ഏകദേശം ഒരു 1000-അടുത്തായിരുന്നു തോന്നുന്നു. 1000-അടുത്തായിട്ടുണ്ട്. പിന്നെ ചേട്ടനിത് കുറേ ഡ്രസ്സ് നോക്കിയിട്ട് ഒന്നും പിടിച്ചില്ല. എല്ലാം 6000, 5000 ബ്രാൻഡഡ് മതി എന്നും പറഞ്ഞ് ആ റേറ്റിലുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. പിന്നെ ഒന്നും എടുത്തില്ല. ആ തൊപ്പിയിലങ്ങ് ഒതുക്കിയിട്ട. പിന്നെ വിശന്ന് കണ്ണ് കാണാത്ത അവസ്ഥയിൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കയറി. KFC കഴിക്കാമെന്ന് പറഞ്ഞ് KFC വാങ്ങിച്ചു. ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കണില്ല. അതിന് മുന്നേ ഒരാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് പെറുക്കി വെച്ച്. എനിക്ക് KFC കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് മസാല ദോശേനോടൊരു ഇഷ്ടം. അപ്പോൾ മസാല ദോശ കഴിക്കാനുള്ള ആ കൊതി കാരണം, പിന്നെ അതുമാത്രമല്ല ചൂട് മസാല ദോശ ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കൊതി സഹിക്കാൻ വയ്യ. പക്ഷേ മസാല ദോശ വാങ്ങിച്ചില്ല. അത് എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാമല്ലോ എന്ന് അതും പറഞ്ഞ് KFC ആണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അതിനുശേഷം ഈ ഒരു 2 ജ്യൂസ് വാങ്ങിച്ച്. എന്ത് ജ്യൂസാന്ന് പോലും ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായില്ല. എന്തോ ഈ പുതിനയിലയോ എന്തൊക്കെയോ ഇട്ട് ജ്യൂസ് അടിച്ചിങ്ങ് തന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഒട്ടും കൊള്ളില്ലായിരുന്നു. ഞാൻ കുടിച്ചു നോക്കിയിട്ട് എൻ്റെ എക്സ്പ്രഷൻ വീഡിയോയിൽ എടുത്തില്ല എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ഒന്നും കൂടി കുടിച്ചു. ആ എക്സ്പ്രഷൻ അങ്ങ് ഇട്ടു ഗൈസ്. വെറുതെ പൈസ പോയത് മാത്രം. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുടിച്ച് തീർത്തു. അതിനുശേഷമുള്ള വീഡിയോ എടുക്കാൻ സത്യത്തിൽ ഞങ്ങൾ മറന്നുപോയിട്ടാണ്. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിലുണ്ടാവും. ഇനി അങ്ങോട്ട് ശരിയാകുമായിരിക്കും.